ഇന്ത്യയുടെ റിയൽ വിശ്വഗുരു മൻമോഹൻ സിംഗ് ഓർമ്മയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം കനത്ത വേദനയാണ് രാജ്യത്തെ വിവേകമുള്ള എല്ലാ ജനങ്ങൾക്കും, പ്രത്യേകിച്ച് കോൺഗ്രസ് കുടുംബത്തിന് നൽകിയത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കണ്ണീരടക്കാൻ പാടുപെടുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഹൃദയം തകർന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചതാണ് ഇത്. എനിക്ക് എൻ്റെ മാർഗദർശിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്തിമയാത്രയിൽ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ മഞ്ചത്തോടൊപ്പം പൂർണ്ണ സമയവും രാഹുൽ ഗാന്ധി അനുഗമിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മുഴുവൻ സമയവും ഉണ്ടായിരുന്നു. ഡോക്ടർ സിംഗിന്റെ അന്തിമോപചാര കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വിഷമം അടക്കാനാവാതെ കണ്ണു തുടയ്ക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ കണ്ടോ? ചെറുപ്പത്തിൽ തന്നെ മുത്തശ്ശിയെയും സ്വന്തം അച്ഛനെയും നഷ്ടപ്പെട്ട രാഹുൽ സ്വന്തം പിതാവിന്റെ സ്ഥാനമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന് നൽകിയിരുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി ഒരു മകന്റെ ഉത്തരവാദിത്വത്തോടെ മൻമോഹൻ സിംഗിന്റെ ഭാര്യയെയും മകളെയും ചേർത്ത് നിർത്തി അവരെ ആശ്വസിപ്പിച്ച് അവരോടൊപ്പം നിന്നാണ് നടക്കുന്നത്. ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ചേർന്ന് അദ്ദേഹത്തിന്റെ ശവമഞ്ചവും വഹിച്ചു നീങ്ങുന്ന രാഹുൽ ഗാന്ധി എല്ലാവർക്കും ഒരു മാതൃകയാണ് എന്ന് പറയാതെ വയ്യ. ദുഃഖഭാരത്താൽ കനത്ത മുഖത്തോടെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ചിത്രം ഡോക്ടർ മൻമോഹൻ സിംഗിനോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത സ്നേഹമാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ സോണിയാഗാന്ധി, വയനാട്ടിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP പ്രിയങ്ക ഗാന്ധി എന്നിവർ ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവ. ഇവിടെ സോണിയയും രാഹുലും പ്രിയങ്കയും എത്ര കനത്ത ദുഃഖഭാരത്തോടെയാണ് നിൽക്കുന്നത് എന്ന് ഈ ചിത്രം വ്യക്തമാക്കുകയാണ്. ഇവിടെ BJP IT സെല്ലിന്റെ ഒരു പൈസയുടെ നാണമില്ലാത്ത 2 രൂപ കൂലി എഴുതിയിരിക്കുന്നത് കണ്ടോ? സോണിയാഗാന്ധി മാത്രമല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മൻമോഹൻ സിംഗിന്റെ അന്തിമോപചാര കർമ്മങ്ങളിൽ പങ്കെടുത്തില്ല. ഇങ്ങനെയാണ് അവരുടെ കുടുംബത്തിൽപ്പെട്ടതല്ലാത്ത കോൺഗ്രസ് സംഘങ്ങളോട് അവർ പെരുമാറുന്നത്. മൻമോഹൻ സിംഗോ ബംഗാളി ബ്രാഹ്മണനായ പ്രണബ് മുഖർജിയോ OBC നേതാവായ സീതാറാം കേസരിയോ തെലുങ്ക് വംശജനായ PV നരസിംഹറാവുവോ ആരുമായിക്കൊള്ളട്ടെ, അവരെയൊക്കെ വെറും സേവകർ മാത്രമായിട്ടാണ് ഗാന്ധി കുടുംബം കാണുന്നത് എന്ന്. അതിന്റെ അടിയിൽ തന്നെ ആൾക്കാർ ഇത് ഫേക്ക് ന്യൂസ് ആണ്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്തിമോപചാര കർമ്മങ്ങളിൽ ആദ്യാവസാനം ഉണ്ടായിരുന്നു എന്ന് കമ്മ്യൂണിറ്റി നോട്ടിട്ടു. പക്ഷെ ഇതൊന്നും ഈ എട്ടുംകെട്ട 2 രൂപ കൂലിക്ക് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്നതിന് ഒരു തടസ്സവുമല്ല. ഒന്ന് ഓർത്തു നോക്കണം. ഇങ്ങനെ പ്രത്യക്ഷമായി ജനങ്ങളെല്ലാം കണ്ട് തെളിവുള്ള കാര്യങ്ങൾ ഇതേപോലെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെങ്കിൽ ഇവരുടെ ഫേക്ക് ന്യൂസ് പ്രചാരണം എത്ര നാണം കെട്ടതാണ് എന്ന്. കൺമുന്നിൽ കാണുന്ന സത്യത്തെ പോലും അങ്ങനെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്നതിന് ഇവർക്ക് യാതൊരു മടിയുമില്ല. ഇത് കാണുന്ന ഇവരുടെ ഫോളോവേഴ്സ് ഭൂരിഭാഗവും ഇത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുകയോ പോലും ചെയ്യാതെ ഛർദ്ദിച്ചത് അതേപടി വിഴുങ്ങുന്നവരാണ്.